ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഈ ബട്ടർ പേപ്പർ എങ്ങനെ വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് നമ്മളെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ ഉണ്ടാക്കാറുള്ള ക്യാരറ്റ് പുഡിങ്, അതായത് ക്യാരറ്റ് കുംസ് എന്നും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി നിങ്ങളെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്നത്തെയും പോലെ കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ബട്ടർ പേപ്പർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിതാ ഒരു A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകാറില്ല, കുട്ടികളുടെ വീട്ടിലാണെങ്കിലും അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ നോർമൽ A4 ഷീറ്റ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ബട്ടർ പേപ്പറായിട്ട് മാറ്റുന്നത്. അപ്പോൾ എനിക്ക് ഈ പേപ്പർ ഫുള്ളായിട്ട് ആവശ്യമില്ല. നമ്മൾ നോർമലി ബേക്കിങ്ങിലാണെങ്കിൽ അതിൻ്റെ എങ്ങനെയുള്ള ഷേപ്പുള്ള പാത്രമാണെന്ന് വെച്ചാൽ അതിൻ്റെ കണക്കായിട്ടായിരിക്കും നമ്മൾ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് റൗണ്ട് ഷേപ്പുള്ളൊരു പാത്രത്തിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2ആയി ഫോൾഡ് ചെയ്ത് പിന്നെയും ഫോൾഡ് ചെയ്ത്, ഇപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണും പോലെ പിന്നെയും ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാറില്ല. നമ്മൾ പത്തിരി പ്രസ്സിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്യും പോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആവശ്യമുള്ളത് ആ ഒരു സൈസിൽ നമുക്ക് ഈ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതാ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഇതിൽ ഓയിൽ ഒന്ന് തടവി കൊടുക്കുകയെന്ന്. അപ്പോൾ ഓയിൽ ഏത് ഓയിലാണെന്നൊരു ഡൗട്ട് ഉണ്ടാകുന്ന നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണ് സാധാരണ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ വെളിച്ചെണ്ണ ആയാലും അതുപോലെ തന്നെ ഏതെങ്കിലും ടൈപ്പുള്ള വെജിറ്റബിൾ ഓയിലായാലും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അത് നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പേപ്പറിൻ്റെ എല്ലാ കോർണറിലും നന്നായി ഒന്ന് ബ്രഷ് ചെയ്യണം. അപ്പോൾ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാമെന്ന് തന്നെ പറയാം. അപ്പോൾ 2 സൈഡിലായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പറിൻ്റെ യൂസസ് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാൽ കൂടി ഞാനൊന്ന് പറയാം. നമ്മൾ ഈ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഓവനിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ബേക്കിംഗ് ട്രേൻ്റെ അടിയിലൊക്കെ ഈ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത് സ്റ്റിക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി, പാത്രത്തിന് ഡയറക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചൂട് ഡയറക്റ്റ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടിയിലൊരു ലെയർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മളെ ഫുഡിന് ചൂടടിക്കൂല. അപ്പോൾ ഇതാ നമ്മൾ നന്നായി എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. അതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ എടുത്തിട്ട് എക്സസ് ആയിട്ട് എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ പേപ്പർ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ മുറിച്ചിട്ടാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ യൂസ് ഇല്ല, ഒന്നിച്ച് ബട്ടർ പേപ്പർ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഒരു ബട്ടർ പേപ്പർ ഉണ്ടാക്കുക, അത് ഡ്രൈ ആയതിനു ശേഷം നമുക്കൊരു സാധാരണ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ആ ന്യൂസ് പേപ്പറിലൊന്ന് ചുരുട്ടി വെക്കാം. പിന്നെ ഞാനിപ്പോൾ ഒന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒന്നിലധികം ബട്ടർ പേപ്പർ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെക്കുക, അതിൻ്റെ മുകളിലൊരു പീസ് ന്യൂസ് പേപ്പർ, അങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ലെയർ കൊടുത്തുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. ഒന്ന് ചുരുട്ടി വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നോമ്പിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഉണ്ടാക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഇങ്ങനെ ബട്ടർ പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. സിമ്പിളല്ലേ. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിത് ക്യാരറ്റ് കുംസാക്കിയെന്ന്. ക്യാരറ്റ് കേക്കല്ല, നമ്മൾ കുംസ് എന്നാണ് പറയൽ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയെന്ന്. അപ്പോൾ നമുക്ക് ഇഡലി ചെമ്പിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റേ വേണ്ടു. നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന് നമുക്ക് ആവശ്യമുള്ളത് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്, അതിട്ട് കൊടുക്കുക ഇതിൽ തന്നെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇനി 3 മുട്ട. അപ്പോൾ ഞാൻ 3 എന്നുള്ള കണക്കിലല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ക്യാരറ്റിന് എത്രയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ 5 ടേബിൾ സ്പൂൺ ആണെങ്കിൽ എല്ലാം ഒരേ അളവിലെടുക്കുക. മുട്ട 4 ആണെങ്കിൽ പഞ്ചസാര 4, അതുപോലെ തന്നെ പാൽപ്പൊടി 4, ഏകദേശം ഒരു വലിയ 3 ക്യാരറ്റ് വരെ പോകും. അപ്പോൾ ഇനി ഇതൊക്കെ നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക ഒരു 5 മിനിറ്റ്. ഇനി ഇതാ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് നേരത്തെ റെഡിയാക്കിയ അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കാം. അതിൻ്റെ സൈഡിലും കൂടി തടവി കൊടുക്കുക പാത്രത്തിൻ്റെ. ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. അതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും. പിന്നെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട്
ഇനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിയിലൊരു പാൻ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അറിയാലോ മുട്ടയും പഞ്ചസാരയൊക്കെ ഉള്ളത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ക്യാരറ്റ് കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, പുറത്ത് ഒന്നും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ അത് റെഡി ആയി എന്നാണ് അർത്ഥം. ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നമ്മളെ പാത്രത്തിൻ്റെ അടിയിലൊന്നും ആയിട്ടില്ല, നല്ല പാത്രമൊക്കെ അതുപോലെ ഉണ്ട്. പിന്നെ നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഈ ഒരു പാത്രം വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. കമിഴ്ത്തിയാൽ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടും പെർഫെക്റ്റ് ആയിട്ട്. അപ്പം ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഈ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ പാത്രം. സാധാരണ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ക്യാരറ്റ് കുംസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുംസ്. അത് എത്ര തിന്നാലും മതിയാവില്ല ശരിക്കും. വെറുതെ പറയുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമില്ല. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു മിക്സി ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഒന്ന് അടിച്ചെടുക്കാം, വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാന്ന്, വായിലിട്ട് അലിഞ്ഞു പോകുന്നതന്നെ പറയാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു സാധനമായത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ക്യാരറ്റ് കുംസ് നോമ്പെല്ലാന്ന് വരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആയിട്ട് ഇനിയും ഞാൻ വരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.